കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബൗൾലെസ് ബീച്ചിലെ പെൻഗിനുകളുടെ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ ക്യൂരിയോ ഷോപ്പും അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു സീക്രട്ട് ബീച്ച് ഉണ്ട് കേട്ടോ, അതും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീക്രട്ട് ബീച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി എല്ലാവരും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യൂരിയോ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ഈ ക്യൂരിയോ ഷോപ്പിൻ്റെ ഉള്ളിലൂടെ നടന്നിട്ടാട്ടോ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുക. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു സൊവനിയർ ഷോപ്പ് പോലെ തോന്നും. പക്ഷേ അകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ പെൻഗ്വിൻസിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോവനിയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അത് എല്ലാം ഒന്ന് നടന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ ഷെൽഫ് നോക്കിയാൽ തന്നെ ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് പെൻഗ്വിൻസിൻ്റെ ടോയ്സും ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കീ ചെയിൻസും പോസ്റ്റ് കാർഡ്സും സോക്സും പില്ലോസും അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ആട്ടോ ഇവിടെ ഉള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒറിജിനൽ ഷാർക്കിൻ്റെ പല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാലയാട്ടോ. ഇത് റിയൽ ടൂത്താണ്, ഫേക്കല്ല. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും സോവനിയേഴ്സ് വാങ്ങി പോകുന്നത് കാണാം നമുക്ക്. ഇതൊരു ആക്ച്വലി നല്ലൊരു ക്യൂട്ട് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന ഐറ്റംസ് ഒരുവിധം എല്ലാം ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഉണ്ടാക്കുന്നതാണ്, ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു സോവനിയർ മാത്രമല്ല, ഇവിടുത്തെ ലോക്കൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ. ഈ കാണുന്ന പെൻഗ്വിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് വേസ്റ്റ് പ്ലാസ്റ്റിക്സ് ആയ സ്പൂണുകളും ഫോർക്കുകളും നൈഫും അതുപോലെ കോഫി കപ്പിൻ്റെ മൂടിയും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൺസർവേഷൻ അവയർനെസ് ഉള്ള ഐറ്റംസ് കൂടി വിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് പെൻഗ്വിൻസിൻ്റെ ബുക്സും എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസും വൈൽഡ് ലൈഫ് ഗൈഡ്സും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. കാരണം ഈ പെൻഗ്വിൻ കോളനി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു പ്രൊട്ടക്റ്റഡ് കൺസർവേഷൻ ഏരിയ കൂടിയാണ്. ആഫ്രിക്കൻ പെൻഗ്വിൻസ് ഒരു എൻഡാഞ്ചേർഡ് സ്പീഷീസാണ്, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വാങ്ങുന്ന ഈ സോവനിയേഴ്സ് വഴി കൺസർവേഷൻ പ്രൊജക്റ്റിനെയും ഇൻഡയറക്റ്റ്ലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള വലിയ എക്സ്പീരിയൻസസ് മാത്രമല്ല, ഇതുപോലെയുള്ള ചെറിയ ഐറ്റംസ് നമ്മുടെ യാത്രയെ കൂടുതൽ മെമ്മറബിൾ ആക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേപ്പ് ടൗണിലെ ഈ പെൻഗ്വിൻ കോളനി കാണാൻ വരുമ്പോൾ ഇവിടുത്തെ പെൻഗ്വിൻസിനെ മാത്രം കാണാതെ ഈ ക്യൂരിയോ ഷോപ്പ് എക്സ്പീരിയൻസ് കൂടി മിസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇവിടെ നിന്ന് എന്തെങ്കിലും സോവനിയേഴ്സൊക്കെ വാങ്ങിയാൽ അതൊരു നല്ലൊരു മെമ്മറബിൾ ഐറ്റം ആയിരിക്കും. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ കൺസർവേഷനെ ഇൻഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും കൂടി ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ നമുക്കിനി പതുക്കെ പുറത്തു പോയി ഞാൻ മുമ്പ് പറഞ്ഞ ആ സീക്രട്ട് ബീച്ചിൻ്റെ അവിടേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മൾ തുടക്കത്തിൽ വന്ന ആ ബോർഡ് വാക്ക് വഴി തന്നെയാണ് സീക്രട്ട് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇരുവശങ്ങളിലും ചിലപ്പോൾ പെൻഗ്വിൻസിനെയൊക്കെ കാണാറുണ്ട് ഇവിടെ. അതുപോലെ പെൻഗ്വിൻസിൻ്റെ നെസ്റ്റൊക്കെ ഇവിടെ കാണാം. ഈ കാണുന്നതൊക്കെ പെൻഗ്വിൻസിൻ്റെ നെസ്റ്റാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ബീച്ച്. നമ്മൾ മുമ്പ് വാങ്ങിയ ആ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ സീക്രട്ട് ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് കടന്നിട്ട് വേണം അതിൻ്റെ പാത്തിലേക്ക് എത്താനായിട്ട്. കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ ഗേറ്റ് കഴിഞ്ഞിട്ട്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ബീച്ച്. അപ്പോൾ ഇവിടെ എത്തുന്ന പലർക്കും അറിയാത്ത ഒരു ചെറിയൊരു സീക്രട്ട് സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ഇങ്ങനെ വലിയ ഗ്രാനൈറ്റ് പാറകൾ കാണാം. അപ്പോൾ ഈ ഗ്രാനൈറ്റ് പാറകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ബീച്ച് ആയതുകൊണ്ടും കൂടിയാണ് ഇതിനെ സീക്രട്ട് ബീച്ച് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇവിടെ ക്രൗഡും കുറവായിരിക്കും. കൂടാതെ പെൻഗ്വിൻസിനെ വളരെ അടുത്ത് കാണാനുള്ള അവസരം കൂടി നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഗ്രാനൈറ്റ് പാറകളുടെ ഇടയിലൂടെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ പാറകളുമേ പൊത്തി പിടിച്ച് കയറിയിട്ടൊക്കെ വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നനയും, അതെന്തായാലും എക്സ്പെക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾക്കിനി ഇവിടെ എവിടെയെങ്കിലും പെൻഗ്വിൻസ് ഉണ്ടോ എന്നൊന്ന് പോയി നോക്കാം കേട്ടോ. ഈ പാറകളുമൊക്കെ പൊത്തി പിടിച്ചിട്ട് വേണം ഇനി അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. പെൻഗ്വിൻസിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ. നമുക്കിനി കുറച്ച് വീഡിയോസും സെൽഫിയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെൻഗ്വിൻസ് വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ നോക്കുക മാക്സിമം. അവരെ തൊട്ടടുത്ത് ഇങ്ങനെ കാണാമെങ്കിലും ടച്ചൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ കുറച്ചൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ എപ്പോഴും. എന്തൊരു ക്യൂട്ട് ആനിമലാണല്ലേ ഈ പെൻഗ്വിൻസ്. അപ്പോൾ ഇവിടെ ഈ സാൻഡിൽ ഈ പെൻഗ്വിൻസ് നടക്കുന്നതും പിന്നെ ഈ ഗ്രാനൈറ്റ് പാറകളുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ. ഇവരുടെ നടത്തം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണല്ലേ. ഇതിപ്പോൾ ഞാനിവിടെ എത്തിയത് ഏകദേശം ഒരു ഉച്ച ടൈമാണ്. അത് കാരണമാണ് ഈ പെൻഗ്വിൻസൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിലാക്സ് ചെയ്ത് ഇരിക്കുന്നത്.
രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരാണെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ അതാണ് നല്ല സമയം കേട്ടോ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. വേറൊരു കാര്യം, ഈ പെൻഗിൻസ് ബൈറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കേപ്പ് ടൗൺ യാത്രയിൽ എല്ലാവരും ടേബിൾ മൗണ്ടനും കേപ്പ് പോയിൻറ്റും അതുപോലെ ബീച്ചുകളും ഒക്കെ കാണും. പക്ഷേ അതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബൗൾഡേഴ്സ് ബീച്ച് പെൻഗിൻ കോളനി ആയിരിക്കും. പെൻഗിൻസിനെ ഇത്ര അടുത്ത് കാണാനുള്ള അവസരം ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കേപ്പ് ടൗൺ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബൗൾഡേഴ്സ് ബീച്ച് വരാൻ മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള ഈ ഗ്രാനൈറ്റ് റോക്സ് കാരണം ഈ ബീച്ച് കാറ്റിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം നല്ല കാമായിരിക്കും. നല്ല ക്ലിയർ ബ്ലൂ വാട്ടറും വൈറ്റ് സാൻഡും ഇടയ്ക്ക് വരുന്ന പെൻഗിൻസുമായി നല്ല ഒരു യുണീക്ക് ബീച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കേപ്പ് ടൗണിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.